UAPA നിയമം. രാജ്യത്ത് താഴെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ഇസ്മ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് പോട്ട ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, UAPA നിയമവും ദുരുപയോഗം ചെയ്യുക തന്നെ ചെയ്യും. ഇതിന്റെ എല്ലാം ഇരകളാവട്ടെ പാവപ്പെട്ട മുസ്ലിം സമുദായവും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഭയക്കുന്നത്, UAPA നിയമം വഴിയും രാജ്യത്ത് മുസ്ലിങ്ങളെ കൽത്തുറങ്കിൽ അടക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനെതിരെയും നാം ശബ്ദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ്. എന്നാൽ ഇതിനെതിരെ ഒരു അക്ഷരം പ്രതികരിക്കാൻ, ഇതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ സാമുദായിക പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വിരോധാഭാസകരമായ കാര്യം. സാധാരണഗതിയിൽ ലീഗുകാർ പറയുന്നത് മുസൽമാന്റെ ജീവനും സമ്പത്തിനും സ്വത്തിനും ഒക്കെ കാവൽ നിൽക്കുന്നത് ഞങ്ങളാണ് എന്നാണ്. എന്നാൽ ലീഗ് ഭരണത്തിലിരിക്കുമ്പോൾ ലീഗ് പ്രവർത്തകന്റെ ജീവൻ സംരക്ഷിക്കാൻ പോലും മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ രസകരമായ വസ്തുത. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ തളിപ്പറമ്പിൽ ഷുക്കൂർ കൊല ചെയ്യപ്പെടുമായിരുന്നില്ല. ലീഗ് ഭരണത്തിലിരിക്കുമ്പോൾ ലീഗ് നേതാക്കളുടെ ഇമെയിൽ പോലും ചോർത്തപ്പെടുന്ന വളരെ രസകരമായ, വളരെ അപഹാസ്യമായ, വളരെ പരിഹാസ്യമായ കാഴ്ചയാണ് നാം കണ്ടത്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണവും ഏറെ രസകരമാണ്. മുഖ്യമന്ത്രി ഇമെയിൽ ചോർത്തൽ വിഷയമായി രണ്ട് പ്രധാന കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു സിമി ബന്ധമുള്ളവരുടെ ഇമെയിലുകളാണ് ചോർത്തിയത് എന്ന്. സിമി ബന്ധമുള്ളവരുടെ ഇമെയിലുകളാണ് ചോർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ചോർത്തപ്പെട്ടവരുടെ ഇമെയിലിൽ PB അബ്ദുൽ വഹാബിന്റെ ഇമെയിലും അബ്ദുൽ സമദ് സമദാനിയുടെയും ഇമെയിലുണ്ട്. ഇവർക്ക് സിമിയുമായുള്ള ബന്ധം എന്താണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ഇത് സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന വിഷയമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോർത്തിയതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇമെയിൽ വിഷയവും സാമുദായിക സ്പർദ്ധയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് ഒരു സമുദായത്തിലെ വ്യക്തികളും ഗവൺമെന്റും തമ്മിലുള്ള വിഷയമാണ്. ഇത് സമുദായത്തെ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളും കേരളത്തിലെ ഗവൺമെന്റും തമ്മിലുള്ള വിഷയം എങ്ങനെയാണ് സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നത്? എന്നാൽ ഈ വിഷയത്തിലൊന്നും മുസ്ലിം ലീഗിന് ഒരക്ഷരം പറയാനില്ലെന്ന് മാത്രമല്ല, ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമത്തിനെതിരെ കേസെടുക്കണമെന്ന് വരെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം സമുദായം ഏതെല്ലാം സന്ദിഗ്ധ ഘട്ടത്തിൽ കടന്നുപോയോ ആ സന്ദിഗ്ധ ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗ് ഭരണകൂടവർഗ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിലകൊണ്ടത്. മുസ്ലിം ലീഗ് ഒരിക്കലും സാമുദായിക താല്പര്യത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല. എന്നും ഭരണവർഗ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ലീഗ് തയ്യാറായി, അധികാരത്തോടൊപ്പം നിൽക്കാൻ ലീഗ് തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ലീഗ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ലീഗിന് നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്നു, ഉത്തർപ്രദേശിൽ ലീഗിന് നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ ലീഗിന് നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്നു, ആസാമിൽ ലീഗിന് നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്നു, കർണാടകയിൽ ലീഗിന് നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്നു, കേരളത്തിലും നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാനം കേരളം മാത്രമാണ്. ഈ കേരളത്തിന് പുറത്ത് പരിപൂർണമായും മുസ്ലിം ലീഗ് നശിക്കുവാനുള്ള കാരണം എന്താണ്? കാരണം മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റേതായ ഒരു നയമില്ല, മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റേതായ ഒരു കാഴ്ചപ്പാടില്ല, മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റേതായ ഒരു വീക്ഷണമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ലീഗിന്. അതൊക്കെ മുസ്ലിം ലീഗിന് പരിപൂർണമായും നഷ്ടമായിരിക്കുന്നു. കോൺഗ്രസ് ഏത് നിലപാടെടുക്കുന്നുവോ അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. ആണവ കരാറിൽ കോൺഗ്രസ് ഏത് നിലപാടെടുക്കുന്നുവോ അത് തന്നെയാണ് ലീഗിന്റെയും നിലപാട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ കോൺഗ്രസ് ഏത് നിലപാടെടുക്കുന്നുവോ അത് തന്നെയാണ് ലീഗിന്റെയും നിലപാട്. കോൺഗ്രസ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എ എന്ന് പറഞ്ഞാൽ ലീഗും പറയും എ. കോൺഗ്രസ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കോൺഗ്രസ് ബി എന്ന് പറഞ്ഞാൽ ലീഗും പറയും ബി. കോൺഗ്രസിൽ ലീഗിന് സ്വന്തമായ ഒരു നയമോ സ്വന്തമായ ഒരു കാഴ്ചപ്പാടോ ഇല്ലാത്ത ഒരു പാർട്ടിയായി ലീഗ് പരിമിതപ്പെട്ടു, അല്ലെങ്കിൽ ലീഗിനെ പരിവർത്തിപ്പിച്ചു. ആരാണ് ഇതിന് ഉത്തരവാദികൾ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാലത്ത് മുസ്ലിം ലീഗിന് ആർജവമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അക്കാലങ്ങളിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ വീക്ഷണവും വ്യക്തമായ നയപരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് വന്നുവോ അന്ന് മുസ്ലിം ലീഗ് ധാർമ്മികപരമായും നയപരമായും വീക്ഷണപരമായും അധപ്പതിച്ചു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ,
കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഒരു പാർട്ടി കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിലെ 1, 2, 3 ജില്ലകളിൽ ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങുവാനുള്ള കാരണം മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന ഈ നയപരിപാടികൾ, ഈ കാഴ്ചപ്പാട്, അതാണ് ലീഗിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. കേരളത്തിന്റെ തന്നെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിൽ പോലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സുരക്ഷിതമായ മണ്ഡലമുണ്ട് എന്ന് ലീഗിന് പറയാൻ കഴിയില്ല. ഒരു കാലത്ത് ഭാഷയറിയാത്ത സ്ഥാനാർത്ഥികളെ മലപ്പുറം ജില്ലയിൽ മത്സരിപ്പിച്ചാൽ, മലപ്പുറം ജില്ലയിലെ 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ചാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു ലീഗിന്. ഇന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ പോലും നല്ല ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പു പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ലീഗ് ചുരുങ്ങി. കാരണം ലീഗ് എടുക്കുന്ന നിലപാടുകൾ എന്നും സമുദായ